4 സംസ്ഥാനങ്ങളിലെ പശ്ചിമഘട്ടം ഉൾപ്പെടെയുള്ള വനമേഖല കേന്ദ്രീകരിച്ചായിരുന്നു ആനകൾക്കായുള്ള സെൻസസ് നടന്നത്. സെൻസസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഡേ നമുക്ക് ഡയറക്റ്റ് സൈറ്റിംഗ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ആനയെ കാണുന്നുണ്ട്, അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഡേ ഡൗൺ മെത്തേഡാണ്, ഡൗൺ കൗണ്ട് മെത്തേഡ്. അപ്പോൾ നമ്മൾ ആനയെ കണ്ടില്ലെങ്കിൽ ആനപ്പിണ്ടം നോക്കി നമ്മളതനുസരിച്ച് നമ്പർ ചെയ്ത് ഏത് രീതിയിലുള്ള പഴക്കം, പഴയതാണോ പുതിയതാണോ വെരി ഓൾഡ് ആണോ എന്നുള്ള രീതിയിൽ നമ്മളത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തേർഡ് ഡേ പോകുമ്പോൾ ഇതുപോലെ ആന നിൽക്കുന്ന പക്ഷേ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഈ കൗണ്ട് വെച്ചിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. 2021 സെൻസസിൽ 1920 കാട്ടാനകളാണ് സംസ്ഥാനത്തുള്ളതെന്നായിരുന്നു കണ്ടെത്തൽ. അതേ വർഷം തന്നെ 1 ചതുരശ്ര കിലോമീറ്ററിൽ ആനകളുടെ സാന്ദ്രത 0.20 ആയിരുന്നു. 2024 വയനാട്ടിൽ 178, പെരിയാറിൽ 813, നിലമ്പൂരിൽ 198, ആനമുടിയിൽ 615 ആനകളെയാണ് സെൻസസിൽ കണ്ടെത്തിയത്. പുതിയ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ആനകളുടെ എണ്ണത്തിൽ 6% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഗണ്യമായ കുറവുണ്ടായതായി പറയാനാവില്ലെന്ന് വനം മന്ത്രി. കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ വനമേഖലയിൽ ആനകളുടെ എണ്ണം കൂടിയിട്ടില്ല എന്നാണ്. അത് ഓരോ കാലത്തിനനുസരിച്ച് ഏറിയും കുറഞ്ഞു ഇരിക്കുമല്ലോ. പിന്നെ 100 ആനകളെങ്കിലും ശരാശരി മരിക്കുന്നുണ്ടല്ലോ, സ്വാഭാവികമായ കാരണങ്ങളാണ്. ആ ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടാവും. മെയ് 24, 25, 26 തീയതികളിലായിരുന്നു സംസ്ഥാനത്തെ ആനകളുടെ സെൻസസ് നടത്തിയത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.